ഏയ് എന്തിനാ കുഴിക്കുന്നത്? ഏയ് എന്തിനാ കുഴിക്കുന്നത്? സംസാരിക്കില്ല, പൊട്ടനാ. നീ ഇങ്ങോട്ട് വാ. നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവോ? ഇല്ല. ഞാൻ ആരെ കൊണ്ടൊന്ന് വായിപ്പിക്കുന്നത്. എന്താ ഇത്? ഡോക്ടർ ശാന്തിക്കുഞ്ഞിന് എഴുതുന്ന മരുന്നാ. എനിക്കൊരു സംശയം, വിഷാണോ? പോയിസൺ? എന്തിനാ വിഷം? കുത്തിവെച്ച് കൊല്ലാൻ. എങ്കിലും സ്വത്ത് അവർക്ക് കിട്ടൂ. ഞാനൊന്നും പറഞ്ഞില്ലേ? ഇവനെ കുഴിച്ചു മൂടിയല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. That's really funny. വന്ന് ഇനി രണ്ടുപേരും കുടിച്ചു കൂത്താണ്. എന്റെ സ്വൈര്യം പോയി. ജയന്തി, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് നല്ലത്. ഞാൻ പ്ലീസ് ഗോ ഔട്ട്. രാമുണ്ണി എവിടെ? താഴെയുണ്ട്. ഇവിടത്തെ കാര്യങ്ങൾ വല്ലതും നീ അവനോട് പറഞ്ഞോ? ഇല്ല. ഇല്ലേ? ഞാൻ ശാന്തിക്കുഞ്ഞിന് ഭ്രാന്താണെന്നും അതുകൊണ്ടാണ് ഡോക്ടർ വന്ന് കുത്തിവെക്കുന്നതെന്നും പറഞ്ഞു. ഇനി പറയില്ല. വേലയിന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ രാജഗോപാലിന് നിന്നെ കുറിച്ച് സംശയങ്ങളുണ്ട്. പുറത്തു പറയാൻ പാടില്ലാത്ത പല രഹസ്യങ്ങളും അറിയുന്നവനാണ് നീ. അത് വെളിപ്പെടുത്തിയാൽ പിന്നെ വേലയിനെ രക്ഷിക്കാൻ എനിക്ക് പോലും കഴിയില്ല. സൂക്ഷിച്ചോളൂ. വേലയും പൊയ്ക്കോളൂ. എന്താ? ഇന്നും നാട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മാവിന്റെ കല്യാണക്കാര്യമായിരിക്കും. ഇനി താമസിച്ചാൽ പറ്റില്ലെന്നാണ് അമ്മാവിന്റെ എഴുത്തിൽ. എന്നാൽ ഉടനെ പുറപ്പെട്ടോളൂ. ഉറപ്പണ്ണല്ലേ വധു? അമ്മാവിന്റെ മകളാ. പേര് വധു എന്നല്ല, കാർത്തിയായിനി. കാർത്തിന്ന് വിളിക്കൂ. കാർത്തി എങ്ങനെയാണ്? കാഴ്ചയിൽ സുന്ദരിയാണോ? നിങ്ങൾ തമ്മിൽ സ്നേഹമായിരിക്കും. എനിക്കിഷ്ട. കല്യാണം കഴിഞ്ഞാൽ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടോ? വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പുലർത്താനുള്ള ശേഷി നിനക്കുണ്ടോ? എനിക്ക് ഇപ്പൊ സുഖമൊന്നുമില്ല. മുമ്പത്തെ ശ്വാസം മുട്ടലൊക്കെ നിന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ചെറിയ പടം. മേലെ കല്യാണ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. അല്ല, അപ്പൊ അമ്മ എന്തൊരു സങ്കടം. എന്റെ പൊന്നു മോളെ, നിനക്ക് എന്തു പറ്റി? നീ പഠിപ്പുള്ളവളാണ്. ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾ തനിച്ച് പുറത്തിറങ്ങാറില്ല. അന്യപുരുഷന്മാരുടെ മുഖം കാണാറില്ല. ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ് രാമുണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേണ്ട. ഈ വേഷത്തിൽ എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഞാൻ പോകുന്നു. ഓഹോ, യാത്ര ചോദിക്കാൻ വന്നാണല്ലേ? നാട്ടിലേക്കായിരിക്കും. അമ്മുവിനെ കാണാൻ. അതോ ശ്രീദേവി കുഞ്ഞമ്മയോ? അത് നിങ്ങൾ അറിയണ്ട. അറിയാം. നീ ആരാണെന്നും എന്തിനാണ് നാട് വിട്ട് ഓടിപ്പോന്നെന്നും എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറായി. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ശരി, രാമുണ്ണിക്ക് ഇഷ്ടമില്ലെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതൊന്ന് വായിക്കൂ. എന്താണിത്? പുറപ്പെടുന്നതിന് മുമ്പ് രാമുണ്ണി അറിഞ്ഞിരിക്കേണ്ട കാര്യം.
പച്ചക്കള്ളം. രാമുണ്ണി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവാളിയും സ്വന്തം കുറ്റമേറ്റ് പറയില്ല. എന്നെ വിശ്വസിക്കും. അന്ന് നീ പറഞ്ഞ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ജയന്തി ഇത്ര വിഡ്ഢിയാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴെങ്കിലും സത്യം പറയൂ. ഭയപ്പെടണ്ട. നീ ചെയ്ത കുറ്റം എത്ര വലുതാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. പറയൂ. ശ്രീദേവി കുഞ്ഞമ്മയാണോ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ല. പിന്നെ ആരാണ്? എന്തിനാണ് നീ ഓടിപ്പോന്നത്? മുഴുവൻ എനിക്കറിയണം. പറയാം. അന്ന് അമ്മ ഒന്നിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വെക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ ഞാൻ വീണു. പതുക്കെ പതുക്കെ അല്ലേ വീണു. ഇവിടെ വീഴും. രാമണി, നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. എടീ, ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്. അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. ഞാൻ സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? എന്നാ വാ.
ഇപ്പൊ എന്ത് പറയുന്നു? പഠിക്കാമോ? പഠിക്കാം. പിടി. ലെഫ്റ്റ് ഓടി. ആ, പുതിയ ശിഷ്യൻ എങ്ങനെയുണ്ട്? കാർ ഓടിക്കാനൊക്കെ പഠിച്ചോ? ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ വേഗം പഠിച്ചു. ഓ, അപ്പോ ഒരാൾ പിടിക്കനാണല്ലേ? വിരയൻ, നീ ഒരു വിഡ്ഢിയാകരുത്. ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ ജോലിയല്ല ഞാൻ ചെയ്തത്. കൂട്ടത്തിൽ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതോട് പറയൂ. അതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയാമോ? നാളെ അവൾ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. നിനക്ക് ഇതിന്റെ ജോലി നഷ്ടപ്പെടും. ജോലി മുമ്പ് പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ. എസ്റ്റേറ്റിൽ സൂപ്പർ ഉണ്ടാക്കാം, കമ്പനിയിൽ ഷെയർ തരാം, അതുപോലെ എന്തെല്ലാം. എന്നിട്ടിപ്പോ എനിക്കൊരു ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലേ? വീരയൻ, ഞാനൊന്നും മറന്നിട്ടില്ല. എന്നാൽ ജോലി തീരുന്നതിന് മുമ്പ് കൂലി ചോദിക്കരുത്. ആ ശാന്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തീർക്കാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയന്തിയാണ് എല്ലാം തെറ്റിച്ചത്. അവളുടെ പ്ലാനുകൾ എന്താണെന്ന് ആർക്കറിയാം? അത് ശ്രദ്ധിക്കാൻ നീ എവിടെ വേണം. ഇല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. വീരയ്യന് മനസ്സിലായോ? എന്തായാലും നീ ആ ജോലി നഷ്ടപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. ഹലോ, മലയാളത്തിൽ സംസാരിക്കണോ? എന്തോ രാജോഹൻ സാറാണോ? സാറേ, ഞാൻ ആരും അറിയാതെ എന്തോ ഇവിടെ ഇല്ല, എസ്റ്റേറ്റ് പോയിരിക്കോ? തിരിച്ചു പോകുമ്പോ നീ ഓടിച്ചാ മതിയെന്ന് ജയന്തിയമ്മ പറഞ്ഞു. അപ്പോ ഇനി മുതൽ രാവണ്യാണ് ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? എന്താ, വീരേന് ഇഷ്ടപ്പെട്ടില്ലേ? ജയന്തിയമ്മേ, ഒരിക്കൽ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞ കൈയാണ്. ഓർമ്മയുണ്ടല്ലോ? വീരയൻ, ആ എന്നെ നിങ്ങൾക്കിപ്പോ വേണ്ട അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. എന്തിന്? പ്രവൃത്തി ഞാൻ കണ്ടല്ലോ. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളുടെ വാക്ക് ഇനി എനിക്ക് കേൾക്കണ്ട. പകരം രാജഗോപാലന്റെ വാക്കുകൾ കേൾക്കും അല്ലേ? എങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കൂ. വീരയ്യനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റി എസ്റ്റേറ്റിൽ ജോലി തരുന്ന കാര്യത്തിൽ ആരാ തടസ്സം നിന്നതെന്ന്? രാമുണ്ണിയെ ഡ്രൈവറായി നിയമിച്ചത് വീരയ്യനെ പിരിച്ചുവിടാനല്ല, ഈ വീട്ടിലെ മുഴുവൻ ചുമതല ഏൽപ്പിക്കാനാണ്. എന്താ, വീരയ്യൻ ഇവിടെ ഉണ്ടാവില്ലേ? ഇനി അത് ചേട്ടൻ വെച്ചോളൂ. നീ എന്നോട് കൽപ്പിക്കുന്നു. വല്ലതും പറ്റിയോ? ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ കൊല്ലും. പക്ഷെ അതിനുള്ള ആരോഗ്യം ദൈവം തന്നില്ലല്ലോ.